കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സൺഡേ സ്കൂളിന്റെ ഭാഗമായിട്ട് ഒരു ലഹരി വിരുദ്ധ സുവിശേഷ മഹായോഗം ക്രമീകരിക്കാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച് നെയ്യാറ്റിങ്കൽ തുടങ്ങിയ യോഗം സ്തോത്രം ഈ കല്ലിയൂരിന്റെ പ്രദേശത്ത് ആയിരിക്കാൻ ദൈവം അവിടുന്ന് ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 1947 ഓഗസ്റ്റ് 15 സ്തോത്രം. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഈ സ്വാതന്ത്ര്യത്തിന്റെ മുന്നിൽ പോരാടിയ അനേക ദേശസ്നേഹികളായ നല്ലവരായ മനുഷ്യർ ധാരാളമുണ്ട്. സ്തോത്രം. അവരൊക്കെ സ്തോത്രം രക്തസാക്ഷികളായി തീർന്ന് നേടിയെടുത്ത ഈ വലിയൊരു സ്വാതന്ത്ര്യം ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഈ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യർക്ക് യഥാർത്ഥമായി സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെ പലപ്പോഴും മനുഷ്യർ സ്തോത്രം. ഹല്ലേലൂയ. അന്ധതയിലായിരിക്കുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. ചരിത്രത്തിലൂടെ നമുക്ക് കാണുമ്പോൾ മനുഷ്യൻ പലപ്പോഴും സ്വാതന്ത്ര്യത്തിനായി ജനിച്ചിരിക്കുന്നു. പലപ്പോഴും മനുഷ്യർ ചങ്ങലയിലാണ്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യമാണ് എന്റെ അവകാശം എന്നുള്ള പല മുദ്രാവാക്യങ്ങളും ഉണ്ടെങ്കിൽ പോലും സ്തോത്രം കുടുംബങ്ങൾക്കോ സ്തോത്രം വ്യക്തികൾക്കോ സ്തോത്രം സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പക്ഷേ നമുക്കറിയാം, യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അനേകരെ, അന്ധതയിൽ കിടന്നവരെ, പാപത്തിൽ കിടന്നവരെ, രോഗത്തിൽ കിടന്നവരെ, ശാപത്തിൽ കിടന്നവരെ യേശുവിന്റെ രക്തത്താൽ അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദേശം ഒരു വല്ലാത്ത വിപത്തുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം മക്കളെ ഓർത്ത് വ്യാകുലപ്പെടുന്ന മാതാപിതാക്കൾ, തലമുറകളെ ഓർത്ത് വ്യാകുലപ്പെടുന്ന സമൂഹം. ഹല്ലേലൂയ. തലമുറകൾ ഇന്ന് ഏതോ മാർഗത്തിലേക്ക് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിത വഴിത്താരകൾ ചിന്തിച്ചാൽ സ്തോത്രം ഒരെത്തും പിടിയും കിട്ടാത്ത സാഹചര്യങ്ങളാണ്. ഹല്ലേലൂയ. മദ്യത്തിലും മയക്കുമരുന്നിനും കഞ്ചാവിനും ലഹരി വസ്തുക്കൾക്ക് അടിമയായി തലമുറകൾ ഇന്ന് നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഇവിടുത്തെ നിയമങ്ങൾക്ക് കഴിയുന്നില്ല, ഇവിടുത്തെ പോലീസുകൾക്ക് കഴിയുന്നില്ല, സ്തോത്രമാരിലെ മത നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണത്തിലേക്ക് മനുഷ്യ തലമുറ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ രക്ഷിപ്പാൻ സ്തോത്രമാരലുയ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് മാനവവർഗത്തിന്റെ പാവങ്ങൾക്ക് വേണ്ടി സ്വർഗീയമായ ഉന്നതി വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനും ദൈവവചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. ദൈവവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ഹല്ലേലൂയ നാം വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഈ സത്യ നിത്യ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്കൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. സമാധാനത്തിലും ഇല്ലാതെ, സന്തോഷമില്ലാതെ ലോകത്തിൽ മനുഷ്യർ നെട്ടോട്ടമോടുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യർ സ്തോത്രം. ഹല്ലേലൂയ. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെയൊന്നും മനുഷ്യർക്ക് നിത്യമായ സമാധാനമോ സന്തോഷമോ രക്ഷയോ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുവാൻ മറ്റൊരു മാർഗവുമില്ല. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനമില്ലയോ, സന്തോഷമില്ലയോ? മറ്റേതെങ്കിലും വിവിധമാകുന്ന വിഷയത്തിൽ നിങ്ങൾ കുടുങ്ങി അടിമ മുഖത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണോ? സാക്ഷാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തെ ഈ കർത്താവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്ത്, യേശുവിന്റെ ഹൃദയത്തിൽ കടന്നു വരണമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരികയും നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു
ക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. യേശു കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ വളർച്ച ഒരു അത്ഭുതമായിരുന്നു. യേശു കർത്താവിന്റെ മരണം ഒരു അത്ഭുതമായിരുന്നു. അതിനേക്കാളും യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു. ലോകത്തിൽ അനേക മഹാത്മാർ ജീവിച്ചിരുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അവർ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരെല്ലാം മരിച്ച് അവരുടെ ശവക്കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ യെരൂശലേമിന്റെ ഭാഗത്ത് ഇന്നും ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. യേശു കർത്താവ് മരണത്തെയും പാപത്തെയും അല്ലെങ്കിൽ പാതാളത്തിലേക്ക് തള്ളിയിട്ട് കരുത്തോടെ ശക്തിയോടെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവാണ്. ആ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, സ്തോത്രം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെയല്ല, യേശു ക്രിസ്തുവിലൂടെ സമാധാനമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ കടന്നു പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങളുടേതാകുന്ന ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെ നിങ്ങളുടെ കുടുംബം മദ്യത്തിന്റെയും മയക്കുമരുന്നിനെയും ഒക്കെ അടിമയായി ജീവിക്കുന്നുവെങ്കിൽ ഇവരെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. തലമുറകളെ ഓർത്ത് കരയുന്നവര്, തലമുറകളെ ഓർത്ത് വ്യാകുലപ്പെടുന്നവര് ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കൂ. യേശുവിന്റെ വചനത്തിന് മാത്രമേ അവരെ മാറ്റിയെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രമാന ലോകം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ പലതിനും അടിമപ്പെട്ടുകൊണ്ട് സ്തോത്രമാലലിയ വലിയ അല്ലെങ്കിൽ കുറ്റവാളികളായി തീർന്ന് സ്തോത്രമാലലിയ ദൈവസ്നേഹമില്ലാതെ മാതാപിതാക്കളെ ഭയപ്പെടാതെ സ്തോത്രമാലലിയ സമൂഹത്തിൽ ആരെയും പേടിക്കാതെ ഭ്രാന്തന്മാരെ പോലെ സ്തോത്രം ജീവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ട്. ഞാൻ പറയട്ടെ, സ്തോത്രമാലലിയ ഏതോ നരഭോജിയെയും മനുഷ്യ സ്നേഹിയാക്കി മാറ്റുവാൻ കഴിയുന്നതാണ് നിത്യ സുവിശേഷം. അവരുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ അത് നല്ല വാർത്തയാണ്. ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർക്ക. അതാണ് സ്തോത്രമാലലിയ സുവിശേഷം. അങ്ങനെയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ പാപികളായിരുന്ന നമ്മെ സ്തോത്ര യേശുവിന്റെ ഈ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. സ്തോത്ര, നമ്മുടെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും യേശു കർത്താവ് അത് ഹിമം പോലെ വെളുപ്പിക്കുമാലലിയ. നമുക്ക് ആ യേശുവിന്റെ അടുക്കലേക്ക് കടന്നുകയല്ല. സ്തോത്രമാലലിയ. നമ്മുടെ തലമുറകളെ ദൈവത്തിങ്കിലേക്ക് തിരിയാം. യേശു ക്രിസ്തുവിന്റെ സമാധാനവും യേശു ക്രിസ്തുവിന്റെ നിത്യരക്ഷയും ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുക. കർത്താവേ, എന്റെ ഹൃദയത്തിൽ അവിടുന്ന് കടന്നു വരണമേ. ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ് കർത്താവ്, എന്റെ ജീവിതത്തിലെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാക്ഷാൽ ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഒരുപക്ഷേ സ്തോത്ര, എത്ര മരുന്നുകൾ കഴിച്ചിട്ടും മാറി മാറി ഡോക്ടർമാരെ കണ്ടിട്ടും രോഗത്തിന് സ്തോത്ര ഒരു ശമനം വരാതെ സ്തോത്ര ഒരു അടിമ മുഖത്തിലായിരിക്കുന്നെങ്കിൽ സ്തോത്രമാലലുയ ഇതിൽ നിന്ന് രക്ഷിപ്പാൻ യേശു കർത്താവിന് കഴിയും. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സകല രോഗങ്ങളെ, നമ്മുടെ സകല വ്യാധികളെ സൗഖ്യമാക്കി നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കും പരിപൂർണമായി വിശ്വസിക്കുവാൻ ഇടയാവും. അങ്ങനെയാണെങ്കിൽ സ്തോത്ര, നമ്മുടെ സമീപത്ത് ഈ ദേശത്ത് ദീർഘവർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സത്യദൈവ സഭ എന്നൊരു പ്രസ്ഥാനമാലു ഇവിടെ ഉണ്ട്. സ്തോത്രമാലു അനുഗ്രഹിക്കപ്പെട്ട ദൈവികമായ ആരാധന കടന്ന് അവിടെ ഉണ്ട്. സ്തോത്ര, നിങ്ങളുടെ ഏത് വിഷയമായിരുന്നാലും അവിടെ കടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെ അടിമത്തത്തിൽ കിടക്കുകയെങ്കിൽ ഈ യേശുവിന്റെ രക്തം താൻ നിങ്ങളെ വീണ്ടെടുത്ത് നിങ്ങൾക്ക് നിത്യ സമാധാനം തരുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. സ്തോത്ര, ഇന്ന് പകൽക്കാല സ്തോത്രം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് ദൈവ സമാധാനവും സന്തോഷവും നൽകട്ടെ. യേശു ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകൾക്ക് അനുഭവിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എല്ലാരും പോകണം, എല്ലാരും പോകണം, ഈ മണ്ണാകും മായാവിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും മായാവിട്ട്. എല്ലാരും പോകണം, എല്ലാരും പോകണം, ഈ മണ്ണാകും മായാവിട്ട്.
മായാവിട്ട് നാം ഒന്ന് ചിന്തിക്കുന്ന നാശപുരിയുടെ തീയാണ് കാണുന്നത്, തീയാണ് കാണുന്നത്. നാം ഒന്ന് ചിന്തിക്കുന്ന നാശപുരിയുടെ തീയാണ് കാണുന്നത്, കൊടുന്തിയാണ് കാണുന്നത്. എന്തിനു നോക്കണം, എന്തിനു നോക്കണം ചന്ദമാമി മായേ, അയ്യോ ചന്ദമാം, അയ്യോ ചന്ദമാമി മായേ. എന്തിനു നോക്കണം, എന്തിനു നോക്കണം ചന്ദമാമി മായേ, അയ്യോ ചന്ദമാമി മായേ. തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കായുണ്ട്, എന്നും മേലിൽ നമുക്കായുണ്ട്. തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കായുണ്ട്, എന്നും മേലിൽ നമുക്കായുണ്ട്. എല്ലാരും പോകണം, എല്ലാരും പോകണം, ഈ മണ്ണാകും മായാവിട്ട്, വെറും മണ്ണാകും, വെറും മണ്ണാകും മായാവിട്ട്. എല്ലാരും പോകണം, എല്ലാരും പോകണം, ഈ മണ്ണാകും മായാവിട്ട്, വെറും മണ്ണാകും, വെറും മണ്ണാകും മായാവിട്ട്. ഞങ്ങളെ കേൾക്കും സോദരരെ, ഞങ്ങളെ കേൾക്കും സോദരരെ, ഞങ്ങളെ കേൾക്കും സോദരരെ, ഞങ്ങളെ കേൾക്കും സോദരരെ. രക്ഷയ്ക്ക് മാർഗം ക്രൂശാണ്, രക്ഷയ്ക്ക് മാർഗം ക്രൂശാണ്, രക്ഷയ്ക്ക് മാർഗം ക്രൂശാണ്. രക്ഷയ്ക്ക് മാർഗം ക്രൂശാണ്. ബൈബിൾ നമ്മുടെ ആയുധമാണ്, ബൈബിൾ നമ്മുടെ ആയുധമാണ്, സ്നേഹത്തിൻ ദൂതതിലുണ്ട്, സ്നേഹത്തിൻ ദൂതതിലുണ്ട്. ബൈബിൾ നമ്മുടെ ആയുധമാണ്, ബൈബിൾ നമ്മുടെ ആയുധമാണ്, സ്നേഹത്തിൻ ദൂതതിലുണ്ട്, സ്നേഹത്തിൻ ദൂതതിലുണ്ട്. ദൈവസ്നേഹം വന്നാല്, ദൈവസ്നേഹം വന്നാല് മനുഷ്യരെല്ലാം നന്നാവൂ, മനുഷ്യരെല്ലാം നന്നാവും. ദൈവസ്നേഹം വന്നാല്, ദൈവസ്നേഹം വന്നാല് മനുഷ്യരെല്ലാം ഒന്നാകൂ. മനുഷ്യരെല്ലാം ഒന്നാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ നാമം ജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകരട്ടെ, സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉടയട്ടെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ, നമ്മുടെ രാജ യേശു രാജ, നമ്മുടെ ഭരണം നീതിയിൻ ഭരണം, നീതിയിൻ ഭരണം വേഗം വരണം, നീതിയിൻ ഭരണം വേഗം വരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നേ 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 ഉള്ളൂ, ഒന്നേ 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 ഉള്ളൂ, സത്യദൈവം ഒന്നേ ഉള്ളൂ, സത്യദൈവം ഒന്നേ ഉള്ളൂ, ഒന്നേ 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 ഉള്ളൂ, ഒന്നേ 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 ഉള്ളൂ, നിത്യമാർഗം ഒന്നേ ഉള്ളൂ, നിത്യമാർഗം ഒന്നേ ഉള്ളൂ, ഒന്നേ 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 ഉള്ളൂ, ഒന്നേ 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 ഉള്ളൂ, നിത്യരാജ്യം ഒന്നേ ഉള്ളൂ, നിത്യരാജ്യം ഒന്നേ ഉള്ളൂ, ഒന്നേ 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 ഉള്ളൂ, ഒന്നേ 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 ഉള്ളൂ, നിത്യരക്ഷ ഒന്നേ ഉള്ളൂ, നിത്യരക്ഷ ഒന്നേ ഉള്ളൂ, ഒന്നേ 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 ഉള്ളൂ, ഒന്നേ 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 ഉള്ളൂ, നിത്യദൈവം ഒന്നേ ഉള്ളൂ. നിത്യദൈവം ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവമേ. സ്നേഹവാനത് പരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ കർത്താവേ ദൈവമേ, ഇന്ന് പോൽക്കാലം മുതൽ കർത്താവേ ഹല്ലേലൂയ ഈ 3 മണിയോളം അടുത്ത സമയത്ത് വരെയും കർത്താവേ ഞങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി കർത്താവ് കാത്തു പരിപാലിച്ച ദയക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് പോൽക്കാലം സ്വാതന്ത്ര്യ ദിനമായി ബന്ധിച്ച് കർത്താവേ ഹല്ലേലൂയ കൊണ്ട് ഇന്ന് പോൽക്കാലം ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തരും കർത്താവിന്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാനും കർത്താവിനെ കുറിച്ച് ഘോഷിക്കുവാനും കർത്താവെ ഞങ്ങളെ സഹായിച്ച അവൻ കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദൈവമേ. ഈ കല്ലൂരിന്റെ പ്രദേശത്ത് കർത്താവെ ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിച്ച അവൻ കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവെ. കർത്താവിന്റെ നാമം ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദൈവമേ. ഇന്ന് പോൽക്കാലം കർത്താവെ ഞങ്ങളുടേതായ വചനങ്ങളെ ഹല്ലേലൂയ ഞങ്ങളുടേതായ പാട്ട്
ശബ്ദങ്ങളെ ശ്രവിച്ചതുമായ വ്യക്തി ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ ദൈവമേ. ഞങ്ങൾ അറിഞ്ഞതായ സത്യത്തെ കർത്താവേ ഹല്ലേലൂയ അവരിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പ്രദേശത്തെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഒരു കൂട്ടാത്മാക്കൾ എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ കർത്താവേ ദൈവമേ. ഈ സഭയുമായി ബന്ധപ്പെട്ട് കർത്താവേ ഹല്ലേലൂയ സത്യദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ക്രൂശിക്കപ്പെട്ട കർത്താവേ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ദൈവത്തെ ഘോഷിക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ കർത്താവേ ഹല്ലേലൂയ അവർ കർത്താവേ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ഹൃദയങ്ങളോട് നിങ്ങൾ സംസാരിക്കണമേ കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മുൻപാകെ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നു. കർത്താവിന്റെ കൃപയ്ക്ക് ഞങ്ങൾ ഓരോരുത്തരെ മറക്കുമാറാണമേ കർത്താവേ. ഇത്രത്തോളം ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തുടർന്നുള്ള ഹല്ലേലൂയ സമയങ്ങളിലൊക്കെയും കർത്താവിന്റെ കൃപ സാന്നിധ്യം കൂടിയിരിക്കണം. ഈ പ്രദേശത്തെ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവേ. ആരെങ്കിലും കർത്താവേ ശബ്ദപരിധിക്കുള്ളിൽ കർത്താവേ വേദനയോടെ ഭാരങ്ങളോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവേ അവരുടെ വിഷയങ്ങൾക്ക് ഒരു വിടുതലായി തീരുവാൻ തക്കവണ്ണം കർത്താവ് അങ്ങ് സഹായിക്കുമെന്നാണവേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവേ ഈ സഭയുടെ അങ്കണത്തിൽ കടന്നു വന്നുകൊണ്ട് കർത്താവേ നിങ്ങൾ പ്രാർത്ഥിച്ചതായ നിങ്ങൾ പാടിയതായ ഹല്ലേലൂയ ഓരോന്നും എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് തുളച്ചു കയറി എന്ന് പറയുമാറ് ദൈവം എനിക്കൊരു മാനസാന്തരം തന്നു എന്ന് പറയുമാറ് കർത്താവേ അത്ഭുതം പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവാം ദൈവമേ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. പകലൂർ സത്യദൈവ സഭയുടെ ഒരു സമൂഹവും ഇതിന് സമീപം പ്രവർത്തിക്കുന്നു. ആ സഭയിലേക്ക് പ്രാർത്ഥനകൾക്കായി ആരാധനകൾക്കായി നല്ലവരായ നാട്ടുകാരെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു.